ഭയം ഒരാളുടെ ജീവിതത്തിൻ്റെ സകല സാധ്യതകളും കെടുത്തിക്കളയുന്നുവെന്ന് ക്രിസ്തുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടെ ഈശോ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത അധ്യായത്തിൽ നമ്മൾ വീണ്ടും കാണും. 5-ാമത്തെ അധ്യായം 36-ാമത്തെ തിരുവചനം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ സിനഗോഗ് അധികാരിയോട് കർത്താവ് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ലൈഫിങ്ങനെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് അതൊറ്റ കാര്യം മതി. വിശ്വസിച്ചാൽ പിന്നെ പേടിയില്ലാന്നേ. നിങ്ങൾ പേടിക്കണ്ട, മരണത്തെ പോലും പേടിക്കണ്ട. പത്രോസിലേക്കോടെ കൈയും പിടിച്ചിട്ട് കർത്താവ് ചോദിക്കുക, അല്പവിശ്വാസം നീ പേടിച്ചതെന്തിനാ, നീ ഭയപ്പെട്ടതെന്തിനാ, മുങ്ങിപ്പോയതിൻ്റെ കാരണം അതല്ലേ, പേടിച്ചതുകൊണ്ടല്ലേ. ഭയം ഒരാളുടെ ജീവിതത്തിൻ്റെ സകല സാധ്യതകളും തല്ലിക്കെടുത്തുന്നുണ്ട്. ഒരു പുൽത്തകിടിയിൽ പാറിക്കളിച്ചുകൊണ്ടിരുന്നൊരു ചെറിയ കുരുവിക്കുഞ്ഞ് തന്നെ വിഴുങ്ങാൻ വരുന്ന സർപ്പത്തെ നോക്കി ഭയന്ന് താഴേക്ക് ആ പുൽത്തകിടിയിലേക്ക് വീണു പോകുന്നതും പിന്നീട് ആ സർപ്പത്തിൻ്റെ ഇരയാകുന്നതുമൊക്കെ ആയിട്ടുള്ളൊരു കഥയുണ്ട്. ഒന്ന് ചിറകടിച്ചാൽ പറന്നുയരാമായിരുന്ന ആകാശത്തിൻ്റെ അനന്ത സാധ്യതകളെ അതിനില്ലാതാക്കി കളഞ്ഞത് ഈ പേടിയാണ്. ഉള്ളിൽ ഉയരുന്ന ഭയങ്ങളെ നോക്കി കർത്താവ് വീണ്ടും വീണ്ടും നമ്മളെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിങ്ങളെന്തിനാ പേടിക്കണേ? അല്പവിശ്വാസികളെ, വിശ്വാസമില്ലാത്ത ഈ ജനതയെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് കർത്താവിൻ്റെ ഒരു ആന്തലുണ്ട് ഉള്ളിൽ നിന്ന്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ജീവിതത്തിൽ ഇങ്ങനെ മറ്റുള്ളവർ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന വിധത്തിൽ ഉയരങ്ങളിലേക്ക് നമ്മളുടെ ജീവിതം പോകുന്ന കാണാൻ പറ്റും. അഭയമെന്നാൽ ഭയമില്ലാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ബോബി അച്ഛൻ അതിനെ ഒന്ന് വ്യാഖ്യാനിക്കുന്നത് കേട്ടായിരുന്നു ഏറ്റവും മനോഹരമായിട്ട്. കർത്താവിൻ്റെ അഭയശിലയാണെന്നുള്ള വചനമാണ് അതിനെ ഒരു ആധാരമായിട്ട് എടുത്തിരിക്കുന്നത്. യുദ്ധം ചെയ്യുമ്പോൾ അന്നത്തെ കാലത്ത് ഒരാൾ ജയിക്കുന്നത് മറ്റൊരാളെ കൊന്നു കളയുമ്പോഴാണ്. അപ്പോൾ മരണമല്ലാതെ അയാളുടെ മുൻപിൽ വേറെ വഴി ആകെ ഒന്നേ ഉള്ളൂ. യുദ്ധക്കളത്തിൽ നിന്ന് പുറത്തേക്ക് ഓടുക, ഓടിച്ചെന്ന് പുറത്തോടി ഏതെങ്കിലും ഒരു ബലിക്കല്ലിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുക. ആ ബലിക്കല്ല് പിന്നീട് അയാളുടെ അഭയസ്ഥാനമാണ്. അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരാളെ കൊല്ലാനായിട്ട് എതിരാളിക്ക് അവകാശമില്ല. കർത്താവിൻ്റെ അഭയസ്ഥാനം അവിടെ തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു വിശ്വാസത്തിൽ ജീവിതത്തെ തിരികെ പിടിച്ച എത്രയോ മനുഷ്യർ. അങ്ങനെ ഇന്നത്തെ 1-ാമത്തെ വായനയും പ്രതിവചന സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമുദ്രത്തെ കഥകടച്ച് തടഞ്ഞവനാര്, മേഘങ്ങളെ ഉടുപ്പും കൂരിരുട്ടിനെ ഉടയാടയുമാക്കി നിശ്ചയിച്ചതാര്, സമുദ്രത്തിന് അതിർത്തി നിശ്ചയിച്ച് കഥകുകളും ഓടാമ്പലും ഉണ്ടാക്കിയതാര്. പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റ് വീശി അവർ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. 2-ാമത്തെ വായന ഇങ്ങനെ മരണം കൊണ്ട് നരകത്തിന് പോലും കോട്ട കെട്ടി തങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ തങ്ങൾ പുതിയ സൃഷ്ടികളായി എന്നൊക്കെ ഈ ശിഷ്യന്മാർ വിളിച്ചു പറയുന്നുണ്ട്. എന്നിട്ടും ഇത്രയൊക്കെ നമ്മുടെ ജീവിതത്തിന് അവൻ സുരക്ഷിതത്വം നൽകി കാത്തിട്ടും കർത്താവ് വീണ്ടും നമ്മളെ നോക്കി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ പേടിക്കണേ? നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ തളർന്നു പോകുന്നേ? ഇന്നത്തെ സുവിശേഷത്തോട് ചേർത്ത് വെച്ച് ചില വചനങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ പിന്നെ നമുക്ക് വേറൊരു ഉദാഹരണങ്ങളും വേണ്ട. ജീവിതത്തെ ഇങ്ങനെ അത്രയ്ക്ക് ശക്തിപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തലായി വചനങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടാവും. വിശുദ്ധ മാർക്കോസിൻ്റെ തന്നെ സുവിശേഷം 16-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങളൊന്ന് വായിക്കണത് നല്ലതാണ്. 16 ഓർക്കാൻ എളുപ്പമാണ്. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് വിശ്വസിക്കുന്നവരോടുകൂടി ഇന്ന അടയാളങ്ങൾ ഉണ്ടായിരിക്കുന്നു കർത്താവ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അവർ ഉപദ്രവിക്കുകയില്ല, രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കും. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സാധ്യതയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ, സങ്കീർത്തനം 27:1, സങ്കീർത്തനം 34,
4 മുതൽ 6 വരെയുള്ള വചനങ്ങൾ, ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 33:3, പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 5:6, സങ്കീർത്തനങ്ങൾ 56:6, സങ്കീർത്തനങ്ങൾ 118:6, സങ്കീർത്തനങ്ങൾ 138:6, യെശയ്യാ പ്രവാചകൻ 61:1-4. ഇതൊക്കെ ഓരോന്നും നിർത്തി വായിച്ച് നോക്കേണ്ട വചനങ്ങളാണ്. ലൈഫ് ഇങ്ങനെ അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് തെല്ലിടമാറാതെ ഒന്ന് ഉറപ്പിച്ചു നിർത്താനായിട്ട് ഈ വചനങ്ങൾ ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ സുവിശേഷത്തിലെ ഏറ്റവും കൗതുകമുണർത്തുന്നതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതുമായിട്ടുള്ളൊരു വരിയതാണ്, യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഒരു പരീക്ഷയുടെ തലേ ദിവസം, ഒരു അഡ്മിഷൻ വരുന്നതിൻ്റെ തലേ ദിവസം, ഒരു കല്യാണത്തിന് പോകേണ്ടതിൻ്റെ തലേ ദിവസം, ഒരു ലോൺ അടയ്ക്കാനായിട്ട് പൈസ തികയാത്തതിൻ്റെ തലേ ദിവസം, ഒരു ജോലിയില്ലാത്തതിൻ്റെ തലേ ദിവസം, ഒരു ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം നമ്മുടെ രാത്രികൾ എത്രയോ ഉറക്കമില്ലാത്തതായിരുന്നുവെന്ന് നമുക്കറിയാം. ഇവിടെ ഒരാൾ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുമായിരുന്നു. ചുറ്റും ഈ കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിവാഹ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോയൊരു രാത്രിയിൽ ജോസഫ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ ഇതുപോലെ സ്വപ്നം കാണാൻ പറ്റുന്ന വിധത്തിൽ ഉറങ്ങുകയായിരുന്നുവെന്ന് വചനം സാക്ഷ്യപ്പെടുത്തും. നടപടി പുസ്തകത്തിലേക്ക് പോകുമ്പോൾ 2 ഭടന്മാരുടെ പടയാളികളുടെ മധ്യേ താൻ കൊല്ലപ്പെടുമെന്നുറപ്പുള്ള ഒരു ദിവസത്തിൻ്റെ തലേനാൾ രാത്രിയിൽ പത്രോസ്ലീഹ കയ്യാമങ്ങളൊക്കെ വെച്ച് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുകയായിരുന്നു. നമ്മളെ വെറുതെ നാണിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനോടുകൂടെ സങ്കീർത്തന പുസ്തകം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ കൂടി ഒന്ന് കൂട്ടി വായിക്കണം. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, കാരണം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. പിന്നെന്തിനാണ് നമുക്ക് നമ്മുടെ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണേ? കഴിഞ്ഞ ആഴ്ചത്തെ വിശുദ്ധ ഗ്രന്ഥ വായനകളിൽ ഒന്നിൽ നമ്മൾ വായിച്ച് കേട്ടതാണ് ഏലിയ പ്രവാചകൻ്റെ ജീവിതം. ബാലിൻ്റെ ഒരു 400-ഓളം പ്രവാചകന്മാർക്ക് എതിരായി ഒറ്റയ്ക്ക് നിന്ന് ഈ മനുഷ്യൻ വെല്ലുവിളിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അധികാരികൾ മുഴുവൻ അവർക്കൊപ്പമായിരുന്നിട്ട് പോലും ഇവരെയൊക്കെ ഇങ്ങനെ ധൈര്യപൂർവ്വം വെല്ലുവിളിക്കാൻ ഇയാൾക്ക് ശക്തി കൊടുത്തത് സർവശക്തനായ ദൈവത്തിങ്കലുള്ള പ്രത്യാശയും അടിയുറച്ച വിശ്വാസവുമായിരുന്നുവെന്ന് വചനം എഴുതി വയ്ക്കുന്നുണ്ട്. ദാവീദ് ഗോലിയാത്ത് എന്ന് പറയുന്ന മല പോലെ നിൽക്കുന്ന മല്ലനെ ഒരൊറ്റ കല്ലുകൊണ്ട് കവിണി കൊണ്ടടിച്ച് താഴെയിടുന്നതും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ ശക്തി എന്ന് പറഞ്ഞിട്ടൊക്കെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകളും ഉദാഹരണങ്ങളും ഒക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് കർത്താവ് നമ്മളോട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണേ, നിങ്ങളെന്തിനാ പിന്നെ പേടിക്കണേ? മക്കബായരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ശരിക്കും അങ്ങനൊരു പ്രത്യാശ ഉണ്ടെങ്കിൽ കർത്താവിനിങ്ങനെ നിരന്തരം നമ്മളെ ചോദ്യം ചെയ്യേണ്ടി വരില്ലല്ലോ. സ്വർഗം വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തിനാ പേടിക്കണേ? എന്തിനാ ഭയപ്പെട്ടിരിക്കുന്നേ? എന്തിനാ തളർന്നു പോകുന്നേ?